Hi, good morning students. നാം ബികോം 4th സെമസ്റ്റർ ക്ലാസ്സുകളിലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ മെറ്റീരിയൽ എന്നുള്ള ഭാഗമാണ്. മെറ്റീരിയൽ നമുക്കറിയാം, ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തും ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടതായിരിക്കുന്ന സ്റ്റഫ് വേണം. പ്രോഡക്റ്റ് അതിനെയാണ് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയൽ എന്നുള്ള വാക്കിന് റോ മെറ്റീരിയലും അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ സ്പെയർ പാർട്സ് വേണ്ടി വരും. സ്പെയർസും മെറ്റീരിയലും ടൂൾസും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ വസ്തുക്കളെയുമാണ് മെറ്റീരിയൽ എന്ന് നാം വിളിക്കുന്നത്. മെറ്റീരിയൽ ഇല്ലാതെ ഒരു പ്രോഡക്റ്റും തന്നെ ശൂന്യതയിൽ നിന്ന്, എംറ്റിയിൽ നിന്ന് ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. ഈ മെറ്റീരിയൽ ഒരു വലിയ കമ്പനി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും അതേപോലെ തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യും. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുവാൻ വേണ്ടി മാത്രം വലിയൊരു കമ്പനിയിൽ സെപ്പറേറ്റ് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അതേപോലെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യുവാൻ വേണ്ടി മാത്രം ഒരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും ഒരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റും ഉണ്ടായിരിക്കും. ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് വാങ്ങിയതായിരിക്കുന്ന മെറ്റീരിയൽ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. മെറ്റീരിയൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായിരിക്കുന്ന മെറ്റീരിയൽ വാങ്ങണം. ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽ വാങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് വസ്തുക്കൾ വാങ്ങുന്നത് പോലെ വാങ്ങിയാൽ പോരാ, ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വാങ്ങണം. ടൺ കണക്കിന് ക്വാണ്ടിറ്റിയിലാണ് മെറ്റീരിയൽ വാങ്ങുക. അതിൽ ചില മെറ്റീരിയൽ ഒക്കെ ലോക്കലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും, അഥവാ ഫാക്ടറിയുടെ തൊട്ടടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്നാൽ ചില മെറ്റീരിയൽ നിയറസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് വാങ്ങേണ്ടി വരും. മറ്റു ചില മെറ്റീരിയലുകൾ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഏതായാലും ശരി, ഈ മെറ്റീരിയൽ വാങ്ങുന്നതിന് മുമ്പ് ഏത് ടൈപ്പ് ഒക്കെ മെറ്റീരിയലാണ് വാങ്ങേണ്ടത് എന്നുള്ള നല്ലൊരു ബോധം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് വേണം. ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണ് വേണ്ടത്, എവിടെയാണ് ആ മെറ്റീരിയൽ ഏറ്റവും ചീപ്പായിട്ട് ക്വാളിറ്റി ഉള്ളതായിരിക്കുന്ന മെറ്റീരിയൽ കിട്ടുക എന്നുള്ള ബോധം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് വേണം. അതുകൊണ്ട് തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽ വാങ്ങുന്നതിന് മുമ്പ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അതേപോലെ ചില മെറ്റീരിയലുകൾ വാങ്ങുന്നതിന് വേണ്ടി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ടും ബന്ധപ്പെടണം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഏത് മെറ്റീരിയൽ ആണ് വേണ്ടത് എന്ന് ഏറ്റവും കൂടുതൽ അറിവുണ്ടാവുക പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനാണ്. അതേപോലെ മെറ്റീരിയൽ സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് ഏത് മെറ്റീരിയൽ ആണ് തീർന്നത് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആണ് അത്യാവശ്യമായിട്ട് വാങ്ങേണ്ടത് എന്ന് സ്റ്റോർ കീപ്പർക്ക്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരിക്കുന്ന സ്റ്റോർ കീപ്പർക്കും ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് ഇവർ രണ്ടും ആവശ്യപ്പെട്ടാൽ മാത്രമേ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽ വാങ്ങുകയുള്ളൂ. ഇവരെ ആവശ്യപ്പെടുന്ന ഒരു ലെറ്റർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് നൽകണം. അതിനെയാണ് പർച്ചേസ് റിക്വിസിഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് ഇന്റന്റ് എന്നും പറയാറുണ്ട്. അപ്പൊ പർച്ചേസ് റിക്വിസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് നൽകുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പർച്ചേസ് റിക്വിസിഷൻ എന്നത്. ഈ ഡോക്യുമെന്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. മെറ്റീരിയൽ വാങ്ങുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്യണം. കാരണം എവിടെ നിന്നാണ് ഏറ്റവും ചീപ്പായിട്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ലഭിക്കുക എന്ന് അറിയുവാൻ വേണ്ടി ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്യണം. ഈ ടെൻഡർ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല സപ്ലയേഴ്സും ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് ഞങ്ങൾ മെറ്റീരിയൽ ഇത്ര ക്വാണ്ടിറ്റി ഇത്ര വിലക്ക് തരാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് ആക്കും. അതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ടെൻഡർ
പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഓർഡർ പ്ലേസ് ചെയ്യും. ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത്, ബൾക്ക് ഓർഡർ പ്ലേസ് ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബൾക്ക് ഓർഡർ പ്ലേസ് ചെയ്താൽ ഒന്നാമത്തെ ഗുണം ഡിസ്കൗണ്ട് കിട്ടും എന്നതാണ്. ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടും. അതൊരു വലിയൊരു ഗുണമാണ്. ചീപ്പ് റേറ്റിന് വാങ്ങാൻ പറ്റും. ബൾക്കായിട്ട് വാങ്ങുന്നേരം കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങുന്ന സമയത്ത് അത്രയും ചീപ്പായിട്ട് വാങ്ങാൻ പറ്റില്ല. എന്നാൽ ബൾക്കായിട്ട് വാങ്ങുന്ന സമയത്ത് ഡിസ്കൗണ്ട് കിട്ടുന്നത് കൊണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടുന്നത് കൊണ്ട് ചീപ്പായിട്ട് വാങ്ങാൻ പറ്റും. രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരിക്കുമെന്നാണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും. കാരണം ധാരാളം മെറ്റീരിയൽ വാങ്ങിയാൽ വലിയ വാഹനങ്ങൾ വിളിച്ചിട്ട് നമ്മുടെ ഫാക്ടറിയുടെ ഗോഡൌണിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് കൂടുതൽ വാങ്ങിയാലും കുറച്ച് വാങ്ങിയാലും ഒക്കെ വാഹനം വിളിക്കേണ്ടത് സെയിം ആയിരിക്കും. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അതൊരു ഗുണമാണ്. അതേപോലെ തന്നെ മെറ്റീരിയൽ ചീപ്പിന് കിട്ടുന്ന സമയത്ത് നല്ല മെറ്റീരിയൽ ഇഷ്ടം പോലെ വാങ്ങി വെച്ചാൽ വില കൂടിയാലും അത് കമ്പനിയെ എഫക്ട് ചെയ്യൂല. പ്രൈസ് കൂടിയാലും അത് കമ്പനിയെ എഫക്ട് ചെയ്യൂല. അതും ബൾക്ക് വാങ്ങിയാലുള്ളതായിരിക്കുന്ന ഗുണങ്ങളാണ്. പക്ഷേ ബൾക്ക് വാങ്ങിയാൽ അത് സൂക്ഷിക്കാൻ വേണ്ടതായിരിക്കുന്ന വെയർഹൗസ് അഥവാ ഗോഡൌൺ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ബൾക്ക് മെറ്റീരിയൽ വാങ്ങിയാൽ സൂക്ഷിക്കാനുള്ള പ്രൈസ് ഇല്ല എങ്കിൽ അത് നഷ്ടമായിരിക്കും. മറ്റൊന്ന്, ബൾക്ക് വാങ്ങിയാൽ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് നടത്തണം. ക്യാഷ് വേണം, പേയ്മെന്റ് നടത്തണം. അതിന് മാത്രമുള്ളതായിരിക്കുന്ന ക്യാഷ് ഉണ്ടായാൽ മാത്രമേ ബൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. നല്ലൊരു ക്യാഷ് അവിടെ ബ്ലോക്കായി കിടക്കും ബൾക്ക് വാങ്ങിയാൽ. നേരെ തിരിച്ച് അതേപോലെ തന്നെ സ്മാൾ പർച്ചേസ് വാങ്ങിയാലോ, സ്മാൾ ക്വാണ്ടിറ്റി വാങ്ങിയാലും ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. സ്മാൾ ക്വാണ്ടിറ്റി വാങ്ങിയാൽ എന്താ ഗുണം? കുറഞ്ഞ ക്യാഷ് മതി. അതേപോലെ തന്നെ ചെറിയ ഗോഡൌൺ ഉണ്ടായാൽ മതി, വെയർ ഹൗസ് ചെറിയത് മതി. അതൊക്കെ ഗുണങ്ങളാണ്. അതേ സമയത്ത് പെട്ടെന്ന് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ സ്മാൾ പർച്ചേസ് വാങ്ങുന്ന സമയത്ത് ഇടക്കിടക്ക് ഇങ്ങനെ വാങ്ങണം. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. ഏത് വാങ്ങിയാല്? സ്മാൾ പർച്ചേസ് വാങ്ങിക്കഴിഞ്ഞാൽ. ഇനി മറ്റൊന്നെന്താണെന്ന് ചോദിച്ചാൽ ഫയറോ അതേപോലെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകാൻ ബൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഗോഡൌണിൽ നിറയെ വസ്തുക്കൾ ഉണ്ടാവും, മെറ്റീരിയൽ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിന്റെ നഷ്ടം വലിയതായിരിക്കും. സ്മാൾ വാങ്ങിക്കഴിഞ്ഞാൽ ഗോഡൌണിൽ തീപിടുത്തുണ്ടായാലും പേടിക്കാനില്ല. കാരണം കുറഞ്ഞ ഐറ്റംസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിന്റെ നഷ്ടം വളരെ ചെറുതായിരിക്കും. ഏതായാലും ശരി, ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിയാലും സ്മാൾ ക്വാണ്ടിറ്റി വാങ്ങിയാലും അതിന് മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുകയാണ്, വലിയ ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങുന്നതും ബുദ്ധിയല്ല, വളരെ സ്മാൾ ക്വാണ്ടിറ്റി വാങ്ങുന്നതും എന്തല്ല? ബുദ്ധി അല്ല. ഒരു ഐഡിയൽ ക്വാണ്ടിറ്റി വാങ്ങണം. എന്താ വാങ്ങേണ്ടത്? ഐഡിയൽ ക്വാണ്ടിറ്റി വാങ്ങണം. ബൾക്ക് ക്വാണ്ടിറ്റിയുടെ എല്ലാ ഗുണങ്ങളും ലഭിക്കുകയും വേണം, ദോഷങ്ങൾ ഡിമെറിറ്റ്സ് ഒന്നും ഉണ്ടാവുകയും ചെയ്യാറ്. അതിന് പറയുന്ന പേരാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന്. EOQ എന്ന് ചുരുക്കി പറയും, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇത് 4 മാർക്കിന്റെ പ്രോബ്ലംസ് ആയിട്ടാണ് ചോദിക്കുക. EOQ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. EOQ is equal to square root of 2CO divided by I. Square root of 2CO divided by I. ഇതാണ് EOQ കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല. EOQയുടെ ഫുൾ ഫോം ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്ക്വയർ റൂട്ട് ഓഫ് 2CO divided by I. C എന്ന് പറഞ്ഞാൽ ആനുവൽ കൺസംഷൻ ഇൻ യൂണിറ്റ്സ് ആണ്. ആനുവൽ കൺസംഷൻ ഇൻ യൂണിറ്റ്സ്. കൺസംഷൻ ഇൻ യൂണിറ്റ്സ്, ഇൻ റുപ്പീസ് അല്ല, ഇൻ യൂണിറ്റ്സ്. O എന്ന് പറഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ്, അതാണ് O എന്ന് പറഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റ്. I എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് per annum. Carrying cost per unit per annum. അതാണ് I എന്ന് പറഞ്ഞാൽ. കാരണം മെറ്റീരിയൽ സൂക്ഷിക്കുന്നതിന്, ഗോഡൌണിൽ സൂക്ഷിക്കുന്നതിന് ഒരു ചെലവുണ്ട്.
കാരണം റെന്റ്, അതേപോലെ ഹീറ്റർ വേണമെങ്കിൽ ഹീറ്ററിന്റെ ചെലവ്, അതേപോലെ കൂളിംഗ് വേണമെങ്കിൽ കൂളിംഗിന്റെ ചെലവ്, അതേപോലെ തന്നെ വാച്ച്മാന്റെ സാലറിന്റെ ചെലവ്, ഇതെല്ലാം കൂടെ കൂട്ടിയതാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ പെർ യൂണിറ്റ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് EOQ കാണാനുള്ള ഫോർമുല. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. 4 മാർക്കിന് നമ്മളോട് ചോദിക്കുന്ന ടൈപ്പുള്ള പ്രോബ്ലംസ്. ഒരു കമ്പനിയിൽ എ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു കൊല്ലത്തില് 40,000 യൂണിറ്റ്സ് മെറ്റീരിയൽ വേണമെന്ന് സങ്കല്പിക്കാം. 40,000 യൂണിറ്റ്സ് ആണ് വേണ്ടത്. യൂണിറ്റ്സ് ഒരു ഓർഡറിനുള്ളതായിരിക്കുന്ന പ്രൈസ് 60 ആണെന്ന് സങ്കല്പിക്കും. ഒരു ഓർഡറിനുള്ളതായിരിക്കുന്ന പ്രൈസ് എത്രയാണ്? 60 ആണ്. ക്യാരിയിങ് കോസ്റ്റ് ഒരു യൂണിറ്റിന് 4 ആണെന്ന് വിചാരിക്കും. ₹4 per യൂണിറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മളോട് പറയാ ഫൈൻഡ് ഔട്ട് EOQ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നത്? ആനുവൽ കൺസംഷൻ എത്ര വേണം? 40,000 യൂണിറ്റ്സ്. പിന്നെയോ ഓർഡറിംഗ് കോസ്റ്റ് എത്ര? ഒരു ഓർഡറിന് എത്ര രൂപ വരുന്നത്? ₹60. ക്യാരിയിങ് കോസ്റ്റ് എത്ര വരുന്നത്? ₹4 per യൂണിറ്റ്. എന്നിട്ട് നമ്മളോട് എന്ത് കാണാനാ പറയുന്നത്? EOQ കാണാനാ പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? EOQന്റെ ഫോർമുല എന്താണ്? EOQ is equal to square root of 2CO divided by I. That is equal to square root of 2 into C എന്ന് പറഞ്ഞതാ ആനുവൽ യൂണിറ്റ്സ് 40,000 into O എന്ന് പറഞ്ഞ 60 ആണ്. 60 all divided by I എന്ന് പറഞ്ഞാൽ ₹4 ആണ്. ഇത് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് EOQ കിട്ടും. നോക്ക് 2 into 40,000 2 into 40,000 into 60 divided by 4. കാൽക്കുലേറ്റർ എടുത്ത് വർക്ക് ചെയ്ത് നോക്കുക. 2 into 40,000 into 60 is equal to divided by 4. അപ്പോൾ ഒരു ആൻസർ കിട്ടും. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1095 എന്നാണ്. നോക്കൂ, എല്ലാവരും നോക്കുക. 1095 എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ EOQ എന്ന് പറയുന്ന ആൻസർ ഇതാണ്. EOQ is equal to, ഇത് യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സ്. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി അവിടെ ഒരു കൊല്ലം വേണ്ടതായിരിക്കുന്ന മെറ്റീരിയൽസ് നാം പറയാ 6,000 യൂണിറ്റ്സ് മതി. 6,000 യൂണിറ്റ്സ്. ഒരു ഓർഡറിന് കോസ്റ്റ് പെർ ഓർഡറിന് ₹40 ആണെന്ന് സങ്കല്പിക്കാം. ഒരു ഓർഡറിന് ₹40. ഓക്കെ, ക്യാരിയിങ് കോസ്റ്റ് 10% ഓഫ് ഇൻവെന്ററി വാല്യൂ ആണെന്ന് സങ്കല്പിക്കാം. 10% ഓഫ് ഇൻവെന്ററി വാല്യൂ. ഇൻവെന്ററി വാല്യൂ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ പ്രൈസിനാണ് ഇൻവെന്ററി വാല്യൂ എന്ന് പറയുക. ഓക്കെ, ഇനി മെറ്റീരിയലിന്റെ പ്രൈസ് അഥവാ ഇൻവെന്ററി വാല്യൂ പ്രൈസ് ₹50 ആണെന്ന് സങ്കല്പിക്കാം. മെറ്റീരിയൽ ഒരു യൂണിറ്റിന്റെ വില ആണെങ്കിൽ 50. എന്നിട്ട് നമ്മളോട് പറയാം, എന്താ നമ്മളോട് പറയുന്നത്? ഫൈൻഡ് ഔട്ട് EOQ എന്നാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് EOQ. നമ്മൾ എന്ത് കാണണം? EOQ കാണണം. EOQ കാണാൻ ആദ്യം നമ്മൾ ഫോർമുല എഴുതാം. EOQ is equal to square root of 2CO divided by I. ആദ്യം നമ്മൾ ഇക്വേഷൻ ഫോർമുല എഴുതാണ് വേണ്ടത്. എന്നിട്ട് പിന്നെ എഴുതാം. That is equal to
square root of 2 into 6000 into 40 divided by I ആണ്. I എന്ന് പറഞ്ഞാൽ 10% ആണ്. പെർസെന്റേജ് തന്നാൽ നമ്മൾ മെറ്റീരിയലിന്റെ പ്രൈസിന്റെ മുകളിൽ അടിക്കേണ്ടത്. മെറ്റീരിയലിന്റെ പ്രൈസ് എത്ര? ₹50. അതിന്റെ മുകളിലാണ് നമ്മൾ എടുക്കേണ്ടത്. 10% എടുത്താൽ എത്രയാ? 5. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു നോക്കുക. ടു ഇൻറ്റു 6000 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു, എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 310 എന്ന 309.8. അത് റൗണ്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 310 എന്നാണ്. 310 യൂണിറ്റ്സ് എന്നാണ് കിട്ടുക. 310 യൂണിറ്റ്സ്. അപ്പോ ആൻസർ ഇയോക്യുവിന്റെ ആൻസർ 310 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അങ്ങനെ ആകുന്ന സമയത്ത് ഒരു വർഷം എത്ര പ്രാവശ്യം വാങ്ങേണ്ടി വരും എന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോ. എത്ര പ്രാവശ്യം, അതായത് ഒരു പ്രാവശ്യം വാങ്ങുന്നേരം 310 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര വട്ടം വാങ്ങേണ്ടി വരും? ഒരു വർഷം നമുക്ക് ആകെ വേണ്ടത് എത്രയാണ്? 6000 ആണ് ഒരു വർഷം വേണ്ടത്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം വാങ്ങുന്നേരം നമ്മൾ വാങ്ങാ 310. അപ്പൊ 6000 ഡിവൈഡഡ് ബൈ 310. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്ര പ്രാവശ്യം വാങ്ങണം. 6000 എന്ന് പറഞ്ഞാൽ എന്താണ്? സി ആണ്. 310 310 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്താണ്? ഇഒക്യു ആണ്. ഇഒക്യു. അപ്പൊ ഒരു വർഷം എത്ര വട്ടം വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചാൽ. ഏത് ഫോർമുല? സി ഡിവൈഡഡ് ബൈ ഇഒക്യു എന്നുള്ളത്. സി ഡിവൈഡഡ് ബൈ ഇഒക്യു. അപ്പോൾ സി എത്രയാണ് വേണ്ടത്? സി 6000 ആണ് വേണ്ടത്. 6000 ഡിവൈഡഡ് ബൈ 310. അപ്പൊ നമുക്ക് കിട്ടും 19.3 എന്ന് കിട്ടും. 19.3 റൗണ്ട് ചെയ്താല് നമ്മൾ പറയും 20 ടൈംസ് വാങ്ങേണ്ടി വരും. 20 ടൈംസ് വാങ്ങേണ്ടി വരും. ഒരു പ്രാവശ്യം 20 വട്ടം വാങ്ങണം. എങ്ങനെ വെച്ച്? 310 310 310 എന്ന് വെച്ചിട്ട്. ഇനി നമുക്ക് അത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ, അതായത് 20 ഇൻറ്റു 310 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6000 ആൻസർ കിട്ടും. കറക്റ്റ് ആയിട്ട് കിട്ടൂല. 20 എടുത്താൽ കറക്റ്റ് ആയിട്ട് കിട്ടൂല. 19.3 എടുത്താലാണ് കറക്റ്റ് ആയിട്ട് കിട്ടുക. 20 എടുത്താൽ കുറച്ച് യൂണിറ്റ്സുകൾ അധികം ഉണ്ടാവും. അപ്പൊ 6000 മുകളിൽ ചെറിയ അത് കിട്ടും. ഏതായാലും കറക്റ്റ് ആണ് ആൻസർ, കറക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഇഒക്യു കാണേണ്ടത്. അപ്പോൾ ഇഒക്യു ഏത് ഭാഗത്താണ് വരുന്നത്? മെറ്റീരിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന ഭാഗത്താണ് ഇഒക്യു വരുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ഈ ഒരു പ്രോബ്ലം മാത്രമേ വരുന്നുള്ളൂ. വേറെ പ്രോബ്ലം ഒന്നും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് വരുന്നില്ല, അല്ലെങ്കിൽ പർച്ചേസ് എന്നുള്ള ഭാഗത്ത് വരുന്നില്ല. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പഠിക്കേണ്ടത് സ്റ്റോറിംഗ് എന്നുള്ള ഭാഗമാണ് നെക്സ്റ്റ് പഠിക്കേണ്ടത്.